ഏഴാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇറാനിലെ ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ ആക്രമിക്കുകയോ ആക്രമിക്കാതിരിക്കുകയോ ചെയ്യും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. കീഴടങ്ങില്ലെന്നും തിരിച്ചടിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും വിശദീകരിച്ചു. നാളെ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇസ്രയേലിലെ ടെല്ലവീവിലേക്കും റാമത്ത് ഗ്യാനിലേക്കും ഹോളോണിലേക്കും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഇസ്രയേലിലെ ബീർഷെയ്ബയിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിൽ കനത്ത നാശനഷ്ടമുണ്ടായി. നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇറാനിലെ അരാഖിലെ ഖനജല റിയാക്ടർ ഇസ്രയേൽ ആക്രമിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. അരാഖിന് സമീപമുള്ള ഖോണ്ടാബ് പ്രദേശത്തും വലിയ നാശനഷ്ടമുണ്ടായി. റേഡിയേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ടെഹ്റാനിലെ യുറേനിയം സെൻട്രിഫ്യൂജ് കേന്ദ്രവും മിസൈലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രവും ഇസ്രയേൽ തകർത്തു. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്ക് ട്രംപ് അംഗീകാരം നൽകിയെങ്കിലും ആക്രമിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ചർച്ചയ്ക്ക് അമേരിക്കയെ സമീപിച്ചെന്ന റിപ്പോർട്ട് ഇറാൻ തള്ളി. കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആഹ്വാനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി തള്ളി. ഇറാൻ കീഴടങ്ങില്ലെന്നും അമേരിക്കയുടെ സൈനിക ഇടപെടലുണ്ടായാൽ അപരിഹാര്യമായ നാശനഷ്ടങ്ങൾക്ക് അതിടയാക്കുമെന്നും ഖമനയി വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശം അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിച്ചിട്ടാകണമെന്ന് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇറാന്റെ ഫോർഡോയിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ അമേരിക്ക തയ്യാറാകുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കൻ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിലെത്തിയതായാണ് വിവരം. നാളെ UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. സംഘർഷത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.